أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നിശ്ചരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഹിജ്റ 10-ാം വർഷമാണ്. ആ ഹജ്ജാകട്ടെ വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ സൂചനയായിരുന്നു. അതായത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അതിനേക്കാൾ വലുതിനി സംഭവിക്കാനില്ലാത്ത വലിയൊരു നഷ്ടത്തിൻ്റെ സൂചനയായിരുന്നു ആ ഹജ്ജിലുടനീളം. ഹജ്ജിൻ്റെ സമയത്ത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. കാരണം ഇനിയൊരു ഹജ്ജ് കൂടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നെനിക്ക് ഉറപ്പില്ല. അറഫാ ദിവസത്തിൻ്റെ വിടവാങ്കൽ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിനോട് യാത്ര പറയുന്നത് പോലെ ഒരുപാട് വസിയത്തുകളും സൂചനകളും നൽകി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒട്ടനവധി സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ സൂറത്തുകളുടെ അവതരണത്തിലൂടെ, പ്രവാചകന് വന്ന രോഗങ്ങളിലൂടെ, അതുപോലെ തന്നെ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റമദാനിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാഠം കേട്ടത് ഉൾപ്പെടെ അവസാനത്തെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇത്തികാഫ് ഇരുന്നതടക്കം ഒട്ടനവധി സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. പ്രവാചകന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ് പരിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തുള്ളൊരു ചെറിയ 2 വരിയുള്ള 3 ആയത്തുകളുടെ അധ്യായം. അതിൽ അല്ലാഹു പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് അല്ലാഹുവിൻ്റെ മതത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ അവിടെ മനസ്സിലാക്കണം, നബിയെ, താങ്കളുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറുമായി അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് താങ്കൾ കാലം കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ മുന്നോടിയായ ഒരു സൂചന എന്നോണം അവതരിച്ച അധ്യായമാണിത്. അതുപോലെ തന്നെ ദീന് പൂർത്തിയായി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ച ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ആയത്തിന്റെ അവതരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സൂചനയാണ്.
ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഞാനിതാ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. നീ എന്നെ ഏൽപ്പിച്ച റിസാലത്ത് ഞാൻ ഭംഗിയായി 23 വർഷക്കാലത്തെ നിതാന്തമായ പരിശ്രമത്തിലൂടെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് റബ്ബേ എന്ന അള്ളാന്റെ റസൂലിന്റെ സാക്ഷ്യം പറച്ചിലൂടെ മുസ്ലിം ഉമ്മത്തിന് ആ പ്രവാചകന്റെ വിയോഗത്തിന്റെ വേദനാജനകമായ സൂചനകൾ ലഭിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞു വന്ന് ഉഹുദ് സന്ദർശിച്ചു. ഉഹുദിൽ മരിച്ചു വീണ ശുഹദാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ബഖീഉൽ ഗർഖദിലേക്ക്, മദീനയിൽ ഒട്ടനവധി സഹാബികൾ അന്തി ഉറങ്ങുന്ന ആ ഖബർസ്ഥാനിലേക്ക്, മഖബറയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഇനി വരാൻ കിടക്കുന്ന ഫിത്നകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഇസ്ലാമിന്റെ ഇസ്സത്തിന്റെ ഉജ്ജ്വലതയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു മരിക്കാൻ അവസരം ലഭിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാളരാത്രിയുടെ കറുത്ത ചീളുകൾ പോലെ മദീനയുടെ വീടുകളിലേക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന ഭാവിയിലെ ഫിത്നകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറാളികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു എന്നാണ്. ആ ഫിത്നകൾ ഏതാണെന്ന് നമുക്കറിയാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം ഇസ്ലാമിക സമുദായത്തിൽ തലപൊക്കിയ ഒട്ടനവധി ഫിത്നകൾ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം തൊട്ട് അവിടെ അങ്ങോട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ എണ്ണമറ്റ ഫിത്നകളുടെ സൂചനയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് മുന്നേ പോകുകയാണ്. ഞാൻ തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടിട്ടാണ് പോകുന്നത്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ടെണ്ണ സുന്നത്താണ്. വ ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി, എൻ്റെ ഹൗദ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അല്ലാഹു നൽകിയ എൻ്റെ പരിശുദ്ധമായ ജലാശയം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ജലാശയം പ്രിയപ്പെട്ടവരെ? ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ജലാശയത്തിന്റെ പാനപാത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. അതിന്റെ രുചി എന്ന് പറയുന്നത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിന്റെ നിറം എന്ന് പറയുന്നത് പാലിനേക്കാൾ വെളുത്തതാണ്. അതിന്റെ മണം എന്ന് പറയുന്നത് കസ്തൂരിയേക്കാൾ മണമുള്ളതാണ്. ആർക്കാണത് നൽകപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിശ്വാസികളായ സമുദായം വലിയ വരിയിൽ നിൽക്കുമെന്നാണ്. ആ വരിയിലുള്ള ഓരോരുത്തർക്കും പ്രവാചകൻ അത് കൊടുക്കും. ഒരു വട്ടം അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ആ വലിയ നിരയിൽ ചില ആളുകളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ പിടിച്ചു മാറ്റുന്നതായി പ്രവാചകൻ കാണും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, എന്തിനാണ് അവരെ പിടിച്ചു മാറ്റുന്നത്? അവരുടെ നെറ്റിയിൽ നിസ്കാരത്തിന്റെ തഴമ്പുണ്ടല്ലോ, അവരുടെ നാവുകൾ അദ്കാറുകൾ ചൊല്ലിയതാണല്ലോ, മുഹമ്മദി ഉമ്മത്തിന്റെ അഥറുകൾ മുഴുവൻ അവരുടെ ശരീരത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവരെ പിടിച്ചു മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, യാ റസൂലല്ലാഹ് ഇന്നക ലാ തദ്രി മാ അഹ്ദസ ബഅദുക്, താങ്കളുടെ കാലശേഷം അവരെന്തൊക്കെയാണ് കൊണ്ടുവന്നത്, ഈ ദീനിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി പറയാ? നമ്മൾ വിചാരിക്കും അള്ളാന്റെ റസൂൽ നമുക്ക് വേണ്ടി പാപമോചനം തേടുമായിരിക്കും. അള്ളാന്റെ റസൂല്, കാരണം അങ്ങനെയാണ് റസൂൽ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം വേദനിക്കുന്ന, നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള, വാത്സല്യമുള്ള ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആ റസൂൽ അവിടെ വെച്ച് പറയുക, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം ഈ മതത്തിൽ കൂട്ടിച്ചേർത്തവർ ദൂരം പോകുക, ദൂരം പോകുക എന്ന് പറഞ്ഞ് ആ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾ എന്ത് ചെയ്താലും ആ കർമ്മങ്ങൾക്ക് 1400 കൊല്ലത്തിന്റെ പഴക്കമില്ലെങ്കിൽ അതിന്റെ പേരാണ് മുഹ്ദസാത്ത്, അതിന്റെ പേരാണ് ബിദ്അത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ സമയത്ത് പറഞ്ഞു, ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി, ഞാൻ എൻ്റെ ഹൗദ് നോക്കി കാണുന്നു, ഞാൻ എൻ്റെ ഹൗദുൽ കൗസർ കണ്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സൂചനയാണ്. ഹിജ്റ 11-ാം വർഷം സഫർ മാസം 29-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വസല്ലമ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് ശക്തമായ തലവേദനയുണ്ടായി, സഹിക്കാൻ കഴിയാത്ത തലവേദനയുണ്ടായി. എന്തവശതയുണ്ടാകുമ്പോഴും പ്രവാചകന്റെ മനസ്സിലേക്ക് സാന്ത്വനത്തിന്റെ പ്രതിരൂപമായി കടന്നു വരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെ അടുത്തേക്ക് പ്രവാചകൻ പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത തലവേദന, സഹിക്കാൻ കഴിയാത്ത തലവേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയും മറുപടി പറയാണ്, എനിക്കും തലവേദനയാണ്, എനിക്കും തലവേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന്റെ തുടക്കമായിരുന്നു പ്രിയപ്പെട്ടവരെ അത്. പ്രവാചകൻ അവിടെ വെച്ച് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഖൈബറിൽ വെച്ച് ആ ജൂതപ്പെണ്ണ് തന്ന വിഷം പുരട്ടിയ മാംസം എന്റെ തലയോട്ടിയുടെ ഉച്ചിയിലെ ഞരമ്പിനെ വരെ ബാധിച്ചിരിക്കുന്നു, അതിന്റെ ശരീരത്തെ തളർത്തിക്കളയുന്നു, അതിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പറയുന്നത്? ലോകത്തെ അത്യുന്നതനായ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ പ്രവാചകൻ വിഷം ബാധിച്ചു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പരിധി കഴിഞ്ഞാൽ കറാമത്ത് കൊണ്ട് വിഷമേൽക്കാത്തവരെയാണ് നമുക്ക് പരിചയം, പാമ്പ് കടിച്ചാൽ മരിക്കാത്തവരെയാണ് നമുക്ക് പരിചയം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ജൂതപ്പെണ്ണ് പുരട്ടിത്തന്ന വിഷത്തിന്റെ അംശം എന്റെ തലയോട്ടിയുടെ ഉച്ചിയിലെ ഞരമ്പിനെ വരെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ രോഗശയ്യയിലാവുകയാണ്. പ്രവാചകൻ ഓരോ ദിവസവും ചോദിക്കുന്നു, ഐന ഗദൻ, ഐന ഗദൻ, ഐന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? കാരണം പ്രവാചകന്റെ ഭാര്യമാരുടെ ഊഴങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രവാചകന്റെ ആധിയാണ്, എവിടെയാണ് ഞാൻ, എവിടെയാണ് നാളെ? അവസാനം എല്ലാ ഭാര്യമാരും കൂടി റസൂലുള്ളാഹിനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ കഴിയാൻ അനുവദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം അങ്ങേയറ്റം മൂർച്ഛിക്കാൻ തുടങ്ങുന്നു. എഴുന്നേൽക്കാനുള്ള പ്രയാസം അനുഭവപ്പെടുന്നു, പനി മൂർച്ഛിക്കുന്നു. 7ഓളം വരുന്ന കിണറുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളം സദാ തലയിലേക്കും മുഖത്തേക്കും ധാര ചെയ്തുകൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ 7 ബുധനാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും മിമ്പറിലേക്ക് കയറണം. എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിക്കൊണ്ട് റബീഉൽ അവ്വൽ 7 ബുധനാഴ്ച ഹിജ്റ 11-ാം വർഷം പ്രസംഗിക്കുകയാണ്. എന്താണ് ആ പ്രസംഗം എന്നറിയോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. കാരണം എന്താണ്? അവരുടെ പ്രവാചകന്മാരുടെ കല്ലറകൾ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ മസാജിദുകളായി സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. എന്തറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി മസലൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി മസലൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി നീ മാറ്റരുതേ റബ്ബേ എന്ന് അല്ലാഹുവോട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത് പടച്ച റബ്ബ് അക്ഷരം മതി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും മദീനയിൽ പോയിട്ട് ആരാധനയോട് സാമീപ്യമുള്ള എന്തെങ്കിലും നമ്മൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള ഉമറാക്കൾ, അവിടെയുള്ള അധികാരികൾ, അവിടെയുള്ള ആളുകൾ പിടിച്ചു മാറ്റുന്നതായി കാണാം. അത് ഏതെങ്കിലും സൗദി ഗവൺമെന്റിന്റെ കഴിവ് കൊണ്ടല്ല, 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയുടെ ഉത്തരമാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് പറയുകയാണ്, ലാ തജ്അൽ ഖബ്രി ഈദാ, എന്റെ ഖബറിടം നിങ്ങൾ ഒരു ഈദാക്കരുത്, എന്റെ ഖബറിടത്തിൽ വെച്ച് നിങ്ങൾ ഉറൂസ് നടത്തരുത്, ആഘോഷം നടത്തരുത്, ചന്തകൾ ഉണ്ടാക്കരുത്, എന്റെ ഖബറിടം നിങ്ങൾ പച്ചയായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ, ആരും കെട്ടിച്ചമച്ചതല്ല, കേന്നമടിച്ചിറക്കിയതല്ല. 1400 കൊല്ലങ്ങൾ പഴക്കമുള്ള കിതാബുകളിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ്. ആ ദിവസം ബുധനാഴ്ച ദിവസം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചതാണ്. അന്ന് വേറെയും ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്നെ തിരിച്ചുപദ്രവിക്കണോ, ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ തിരിച്ചുപദ്രവിക്കട്ടെ. മൻ കാന ദറബതുഹു ഫഹാദാ ദുഹ്രി, ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ ദുഹ്രി, ഇതാ എന്റെ മുതുക്, ആ മുതുകിൽ നിന്ന് അവൻ പകരം ചെയ്തു കൊള്ളട്ടെ, അവനെന്നെ അടിച്ചു കൊള്ളട്ടെ, പ്രഹരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ? ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂൽ അങ്ങേക്ക് ഒരു 3 ദിനാർ 3 ദിർഹം തരാനുണ്ട്. ആ 3 ദിർഹത്തിന്റെ ആവശ്യക്കാരനായത് കൊണ്ടല്ല, റസൂലുള്ളാഹിന്റെ ആഗ്രഹം സാധിക്കണം. അവസാനമായി പ്രവാചകന്റെ കയ്യിൽ നിന്ന് ആ 3 ദിർഹം എനിക്ക് കിട്ടുന്നത് അതെനിക്കുള്ള ബഹുമതിയാണെന്ന് മനസ്സിലാക്കിയ ആ സുഹാബി റളിയല്ലാഹു
അൻഹുവാൻ റസൂലുള്ളാഹി ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആ 3 ദിർഹം കൊടുത്തു വിട്ടാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഒരു അടിമയുടെ അടുത്തേക്ക് അവൻ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, ഈ ദുനിയാവിൽ അനന്തമായി എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആശകളും തീർത്തുകൊണ്ട് ജീവിക്കുക. 2, അല്ലാഹുവിലേക്ക് യാത്രയാവുക. അതിൽ രണ്ടാമത്തേത് അല്ലാഹുവിലേക്ക് യാത്രയാവുക എന്നത് ആ അടിമ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത് കേട്ടുനിന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയുണ്ടായി. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് അബൂബക്കർ കരയുന്നത്? എന്തിനാണ് അദ്ദേഹം കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അമന്നന്നാസി അബൂബക്കർ ബിസുഹ്ബിഹി വമാലിഹി. എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് അബൂബക്കറിന്റെ സുഹൃത്ത് ബന്ധമാണ്, അബൂബക്കറിന്റെ ധനമാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ, ഞാനൊരു ഉറ്റ ചങ്ങാതിയെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അല്ലാഹു അല്ലാതെ ലഖൽതു അബൂബക്കറിനെ ഞാൻ തീർച്ചയായും സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ സാഹോദര്യമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഖലീൽ എന്ന് പറയുന്നത് അല്ലാഹു മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ആ അടിമ പ്രവാചകനാണ്. പ്രവാചകൻ മരണം സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുത്തേക്ക് യാത്രയാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 8-ാം തീയതി വ്യാഴാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രധാനപ്പെട്ട വസിയത്തുകൾ ഉമ്മത്തിന് നൽകി. അതിൽ ഒന്നാമത്തെ വസിയത്ത് എന്താണ്? ഇനി മക്കയിലും മദീനയിലും മുസ്ലിങ്ങളല്ലാതെ മറ്റാരും പാടില്ല. രണ്ടാമത്തേത്, എക്കാലഘട്ടത്തെയും പോലെ എന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ദൗത്യ സംഘങ്ങളെ സ്വീകരിച്ചതുപോലെ എന്റെ മരണശേഷവും ദൗത്യ സംഘങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. മൂന്നാമത്തേത്, നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അടിമകളെ, അടിമ സ്ത്രീകളെ, അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടാകണം. ഏഴകളായ, അക്ഷരരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നിരാലംബരായ ആളുകളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്താണ്. മഗ്രിബ് നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വന്നു. ഈ ദിവസങ്ങൾ മുഴുവൻ പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? 2 സ്വഹാബികളുടെ തോളത്ത് കൈവച്ചിട്ട് പ്രവാചകന്റെ കാലുകൾ നിലത്തുമുട്ടാതെ കാലുകൾ ഞാന്ന് നിന്ന് ചുണ്ടം വിരൽ കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് തൊട്ട് മിഹ്റാബ് വരെ അടയാളപ്പെടുത്തിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ വരുന്നത്. മഗ്രിബ് നമസ്കാരത്തിന് ഇമാം നിന്നു. വൽ മുർസലാത്തി ഉർഫ വൽ ആസിഫാത്തി അസ്ഫ എന്ന പരിശുദ്ധ ഖുർആനിലെ അധ്യായം പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇശാ ബാങ്ക് കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കുലിനാദം കേട്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റു, wudu എടുക്കാൻ തുടങ്ങി. പ്രവാചകൻ ബോധം കെട്ടു വീണു. ബോധം വന്നപ്പോ വീണ്ടും wudu എടുത്തു. വീണ്ടും ബോധം കെട്ടു വീണു. വീണ്ടും wudu ചെയ്തു. വീണ്ടും ബോധം കെട്ടു വീണു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വരുമ്പോൾ മുഴുവൻ ചോദിക്കുകയാണ്, ആയിഷ, ജനങ്ങൾ ഇശാ നമസ്കരിച്ചു. വഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്, അവരങ്ങയെ കാത്തിരിക്കുകയാണ് നബിയെ, അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഗത്യന്തരവുമില്ലാതെ ബോധക്ഷയം സംഭവിച്ച് ഒരു തരത്തിലും മിഹ്റാബിലേക്ക് തനിക്ക് എത്താൻ കഴിയില്ല എന്ന് തന്റെ ശരീരത്തിന്റെ പരിമിതിയാൽ പ്രവാചകൻ മനസ്സിലാക്കിയപ്പോ അവിടെ റസൂൽ പറയുകയാണ്, മുറു അബൂബക്കർ ബിസ്വലാ, അബൂബക്കറിനോട് നമസ്കരിക്കാൻ പറ, ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ. അങ്ങനെ നിറകണ്ണുകളുമായി വിറയാർന്ന ശബ്ദവുമായി ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ശനിയാഴ്ച ദിവസം ദുഹർ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പള്ളിയിലേക്ക് വന്നു. അവിടുന്ന് ദീർഘനേരം പ്രസംഗിച്ചു. ഒരുപാട് വസിയത്തുകൾ നൽകി, ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ഞായറാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഒരുക്കങ്ങൾ നടത്തുന്നതായി ആളുകൾ കണ്ടു. അടിമകളെ മുഴുവനും മോചിപ്പിച്ചു. പ്രവാചകന്റെ കയ്യിൽ 9 ദിനാർ ഉണ്ടായിരുന്നു. 9 ദിനാർ. ആരാണ് നബി പ്രിയപ്പെട്ടവരെ? ആരാണ് പ്രവാചകൻ? ഒരു നാടിന്റെ ഭരണാധികാരിയാണ്. ബഹ്റൈനിൽ നിന്ന് വന്ന കോടിക്കണക്കിന്, ഇന്നത്തെ കണക്ക് വെച്ച് പറയാണ്, കോടിക്കണക്കിന്
രൂപയുടെ സ്വർണവും വെള്ളിയും അള്ളാന്റെ റസൂലിന്റെ കയ്യിലൂടെ മാറി മറിഞ്ഞിട്ടുണ്ട്. മരിക്കാൻ പോകുന്ന നേരത്ത് 9 ദിനാറാണ് പ്രവാചകന്റെ കയ്യിൽ ബാക്കിയുണ്ടായത്. അതും ദാനം കൊടുത്തു. പടയങ്കി, അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവനും ദാനം കൊടുത്തു. പ്രിയപ്പെട്ടൊരു പടയങ്കിയുണ്ട്, അത് മാത്രം ബാക്കിയായി. അന്ന് രാത്രി വീട്ടിൽ കത്തിക്കാൻ വിളക്കില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പകരമായി ജൂതന്റെ വീട്ടിൽ 30 സ്വാ ഗോതമ്പിന് പ്രവാചകന്റെ പ്രിയപ്പെട്ട പടയങ്കി പണയം വെക്കപ്പെട്ടു. 30 സ്വാ ഗോതമ്പ് വാങ്ങി പ്രവാചകനും കുടുംബവും വിഷപ്പടക്കുകയുണ്ടായി. ആ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഞായറാഴ്ച ദിവസം കഴിഞ്ഞു. തിങ്കളാഴ്ച ദിവസം രാവിലെ സുബഹ് നമസ്കാരത്തിന് റസൂലുള്ള പള്ളിയിലേക്ക് വരുന്നില്ല. ആ ദിവസങ്ങൾ എത്രയും പ്രവാചകൻ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കുന്നത്, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. തിങ്കളാഴ്ച ദിവസം സഹാബത്ത് മുഴുവൻ സഫായി നിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്റെ വീടിന്റെ വിരിയൊന്ന് മാറ്റി. എന്നിട്ട് അവരെ നോക്കി. ആ സമയത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, ഹമംന അൻ നുഫ്തന ഫീ സ്വലാത്തിനാ ഫരിഹ ബിശിഫാഇ റസൂലുള്ളാഹി ഫർഹം ബിശിഫാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞങ്ങൾ ആലോചിച്ചു പോയി, ഞങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ? അല്ലാഹുവിന്റെ റസൂലിന് ശിഫയായിട്ട് അതിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം ഫിത്നയിലായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോയി. കാരണം പ്രവാചകന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുകയായിരുന്നു. പ്രവാചകന്റെ മുഖം, ആ പ്രകാശം അവർക്ക് നമസ്കാരത്തിൽ കൃത്യമായി കാണാമായിരുന്നു. അവരെല്ലാവരും തെറ്റിദ്ധരിച്ചു. ളുഹുർ നമസ്കാരത്തിന് അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാമെന്ന് അവരെല്ലാവരും ഒരു വേള ആഗ്രഹിച്ചു പോയി. അവരത് ഉറപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും യാത്ര പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ പുറത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലേക്ക് പോയി. പക്ഷേ ളുഹാ നമസ്കാരത്തോട് അടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതിയാകെ മാറി. അദ്ദേഹത്തിന്റെ മുഖം മാറാൻ തുടങ്ങി. അദ്ദേഹം തന്റെ ഭാര്യമാരെ, കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവർക്ക് ഉപദേശങ്ങൾ നൽകി, അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിൻത്ത് മുഹമ്മദിനെ വിളിക്കാൻ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസ്ഥ കണ്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, ഹാ കർബാ യാ അബാ, എന്തൊരു പ്രയാസാണ് എൻ്റെ ഉപ്പാക്ക്, എന്തൊരു വേദനയാണ് എൻ്റെ ഉപ്പാക്ക് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിന് വേദനയില്ല മോളെ, നിന്റെ പിതാവിന് ദുഃഖമില്ല. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ കാതിൽ ചില രഹസ്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു. ആ രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിറപുഞ്ചിരിയോടെ കാണപ്പെട്ടു. അതിന്റെ കാരണവും ആർക്കും മനസ്സിലാവുന്നില്ല. പ്രവാചകന്റെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, എന്താണ് മോളെ നിന്നോട് നിന്റെ വാപ്പ അന്ന് പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചു, ഒന്നാമത്തത്, മോളെ, നിന്റെ ഉപ്പാക്ക് മരണവേദനയാണ്, മരണത്തിന്റെ പ്രയാസമാണ്. അധികം വൈകാതെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നിന്റെ ബാപ്പ യാത്രയാകും എന്ന വേദനാജനകമായ വാർത്തയാണ് എന്റെ ചങ്ക് തകർത്ത് കളഞ്ഞത്, എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞത്. രണ്ടാമതായി എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, എന്റെ ഈ കുടുംബത്തിൽ ആദ്യമായി ഉപ്പാനെ അനുഗമിച്ചു വരിക, ഈ കുടുംബത്തിൽ ആദ്യമായി എനിക്ക് ശേഷം മരിക്കുക മോളെ നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചിരിച്ചത്. അള്ളാന്റെ റസൂലിന്റെ മരണത്തിന് ശേഷം പൊന്നുമോള് 6 മാസത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു എന്നാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ യുവതിയാണ്. റസൂൽ മരിക്കുമ്പോ അധികം പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, അള്ളാഹുവിന്റെ വഹ്യ് പ്രകാരം മാത്രമാണ്. ആ വഹ്യ് പ്രകാരമാണ് ഫാത്തിമയോട് പറഞ്ഞത്, ഉപ്പ പോയാൽ ആദ്യമായി പിന്നാലെ വരിക മോളെ നീ ആയിരിക്കും. അത് കേട്ടിട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം ഉപ്പയില്ലാത്ത ദുനിയാവിൽ ഒരുപാടൊന്നും ജീവിക്കണ്ടല്ലോ. ബാപ്പയില്ലാത്ത ഈ ദുനിയാവിന്റെ വേദന, ആ വിരഹ ദുഃഖം, ആ വിരഹത്തിന്റെ നൊമ്പരം ഒരുപാടൊന്നും ഈ മകൾക്ക് പേറേണ്ടി വരില്ലല്ലോ എന്ന സന്തോഷത്തോടെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്ന് ചിരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദുഹാ നമസ്കാരത്തോടടുത്ത് പ്രവാചകന്റെ നില അതീവ ഗുരുതരമാവാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കിടക്കാൻ
ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ അങ്ങോട്ട് കടന്നു വന്നു, വീട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിസ്വാക്കിലേക്ക് നോക്കി. പ്രവാചകന്റെ നോട്ടത്തിന്റെ അർത്ഥം, അനക്കത്തിന്റെ അർത്ഥം, ആംഗ്യത്തിന്റെ അർത്ഥം, മൂളലിന്റെ അർത്ഥം എല്ലാം അറിയുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, റസൂലേ, അങ്ങേക്കത് വേണോ? അങ്ങേക്ക് പല്ല് തേക്കണോ? അതെ, പല്ല് തേക്കണം. അങ്ങനെ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു. അതിന് കുറച്ച് ഹാർഡായിരുന്നു, അത് കുറച്ച് ഒരമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിലിട്ട് തന്റെ ഉമിനീരിനാൽ ചവച്ചരച്ച് ആ മിസ്വാക്ക് പദപ്പെടുത്തി കൊടുത്തു, ആ മിസ്വാക്ക് മൃദുവാക്കി കൊടുത്തു. എന്നിട്ട് അന്ന് വരെ ചെയ്തതിൽ ഏറ്റവും നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നല്ല രീതിയിൽ പല്ല് തേച്ചു കൊടുത്തു. ദന്തശുദ്ധി വരുത്തി അരികിലുള്ള വെള്ളം കൊണ്ട് വായൊക്കെ ശുദ്ധിയാക്കി വുദൂ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കൊരുങ്ങുന്നത് പോലെ ആ സമയം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹയെയും തന്റെ ഭാര്യമാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് വീണ്ടും ഈ ഉമ്മത്തിനോട് പ്രവാചകൻ പറയാൻ, വമാ മലകത് ഐമാനുക്കും, നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണേ, നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുതേ, നമസ്കാരം നിങ്ങൾ കൃത്യമാക്കണേ. എത്രമാത്രമാണ് ഗൗരവം പ്രിയപ്പെട്ടവരെ. സക്കറാത്തിന്റെ വേദനയിൽ കെട്ട്, സക്കറാത്തിന്റെ വേദനയിൽ പ്രവാചകൻ ഞെരുവിരി കൊള്ളുന്ന സമയത്ത് പോലും ഈ ഉമ്മത്തിനോട് റസൂലിന് പറയാനുണ്ടായിരുന്നത് നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം. ഈ നിങ്ങളുടെ സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പെട്ടെന്ന് എല്ലാം അനക്കങ്ങളും ഉപദേശങ്ങളും എല്ലാം നിന്നു. റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ റബ്ബേ, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ നാഥാ. ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത, 23 വർഷക്കാലം വയറ് നിറച്ച് ഭക്ഷണം പോലും കഴിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ റബ്ബേ, എനിക്ക് മാപ്പ് നൽകണേ നാഥാ, എന്നോട് കരുണ ചെയ്യണേ റബ്ബേ. വൽഹിഖ്നി മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാരുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സദ്വൃത്തന്മാരുടെ കൂടെ എന്നെ നീ കൂട്ടിച്ചേർക്കുകയും ചെയ്യണേ റബ്ബേ. ഇല റഫീഖിൽ അഅ്ലാ, ഇല റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന ചൂണ്ടുവിരൽ പ്രിയപ്പെട്ടവരെ ക്രമേണ താഴേക്ക് വീണു. പ്രവാചകൻ നിശ്ചലനായി, പ്രവാചകന്റെ ശ്വാസം നിലച്ചു. അത്യന്തം ദുഃഖത്തോടുകൂടി ആ വേർപാടിന്റെ, ആ വിയോഗത്തിന്റെ, ആ വിരഹത്തിന്റെ നൊമ്പരം മദീന മുഴുവൻ നെഞ്ചിലേറ്റി. പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് വാക്കുകളിൽ സംസാരിക്കാൻ ശക്തനായ അലി ഇബ്നു അബീ താലിബ് തളർന്നുപോയി, ഒരു ഭാഗത്തിരുന്നു പോയി. ധീരതയുടെ പ്രതീകമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ആരെങ്കിലും എന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ വാളിനിരയാക്കി കളയും എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. പ്രവാചകന്റെ ഉറ്റത്തോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞ് ശരവേഗത്തിൽ വീടിന്റെ മുറ്റത്തെത്തി. എന്നിട്ട് പ്രവാചകനെ നോക്കി, പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു തങ്ങൾ 2 തവണ മരിപ്പിക്കുകയില്ല. എന്നിട്ട് പുറത്തേക്കിറങ്ങി ഊരിപ്പിടിച്ച വാളുമായി രോഷം കൊള്ളുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على اعقابكم ومن ينقلب على عقبيه فلا يضر الله شيئا وسيجزي الله الشاكرين. മുഹമ്മദ് ഒരു പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും
പിന്തിരിഞ്ഞു പോകുകയില്ല. ആര് തന്റെ മടമ്പുകളിൽ പിന്തിരിയുന്നുവോ അവൻ അള്ളാഹുവിനൊരു ദോഷവും വരുത്തുകയില്ല. ഈ ആയത്ത് കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകന്റെ മരണം എനിക്ക് ബോധ്യപ്പെട്ടു. എന്റെ കാലുകൾ തളർന്നുപോയി, എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി. അത് താങ്ങാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ദുരന്തം വന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്താൽ മതി. എൻ്റെ ഭാര്യ മരിച്ചാൽ, എൻ്റെ മക്കൾ മരിച്ചാൽ, എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചാൽ, എൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടാൽ ഞാൻ ഓർക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചിട്ടില്ലേ? പിന്നെന്താ? അതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വരാനില്ല. ആ ദുരന്തം നടന്ന ദിവസമാണ് പ്രിയപ്പെട്ട റബീഉൽ അവ്വൽ 12. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്താനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു.